ആന എഴുന്നള്ളത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തിരുത്തില്ലെന്ന് ഹൈക്കോടതി. നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്നും ഇളവ് അംഗീകരിക്കാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമെന്ന് ബോധ്യപ്പെടുത്താനാകണമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. എതിർകക്ഷികൾ ഉന്നയിക്കുന്നത് പരിഹാസ്യമായ വാദങ്ങളെന്നും കോടതി വിമർശിച്ചു. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. വലിയ രീതിയിൽ കോടതിക്ക് നേരെ വിമർശനമുയരുന്ന തരത്തിലുള്ള വാദങ്ങളിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന് കോടതി പറയുമ്പോൾ ആ നിയന്ത്രണങ്ങൾ അനുവർത്തിക്കാനാകില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുകയല്ലേ, പുറത്തുനിന്നുള്ള പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ട്? അങ്ങനെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വേണം, അല്ലെങ്കിൽ നിയമനിർമ്മാണം ഉൾപ്പെടെ കൊണ്ടുവരുമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടുത്ത നിലപാടിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുന്ന നിലപാട്. ഇന്നലെ സ്വീകരിച്ച അതേ നിലപാടിൽ കടുകിട മാറ്റമില്ലാതെയാണ് ഇന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സമാനമായ വിഷയം പരിഗണിച്ചത്. പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവം നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. അവിടെ 22 ആനകളുടെ എഴുന്നള്ളത്താണ് നടക്കേണ്ടത്. പക്ഷേ ഈ 22 ആനകളെ 3 അടി അകലത്തിൽ 3 മീറ്റർ അകലത്തിൽ വീതം നിർത്താൻ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അവിടെ എഴുന്നള്ളത്തിന് നടത്താൻ ഉള്ള സ്ഥലമില്ല, ആ സ്ഥലപരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഇക്കാര്യത്തിൽ ഇളവ് തേടിയത്. ഈ ഇളവ് ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല, ഇതിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്നും ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തത്. ആന എഴുന്നള്ളത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തിരുത്തില്ല എന്ന് ഹൈക്കോടതി ഇന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചേ മതിയാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ല എന്ന് ഹൈക്കോടതി ഇന്നും ആവർത്തിക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ആന എഴുന്നള്ളത്തിന് നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. പൊതുജനങ്ങളുടെ കൂടി സുരക്ഷ കണക്കിലെടുത്തേ മതിയാകൂ. 3 മീറ്റർ അകലപരിധിയിൽ എത്ര ആനകളെ വരെ നിങ്ങൾക്ക് അണിനിരത്താനാകും? അതിൽ കുറയ്ക്കുന്ന കാര്യമാണ് ഹൈക്കോടതി ഇന്നും ആവർത്തിച്ച് ചോദിച്ചത്. മാത്രമല്ല, ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. മതം ഇല്ലാതാകുമോ, ഹിന്ദുമതം ഇല്ലാതാകുമോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമെന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം, ഹർജിക്കാർക്ക് ഉപഹർജിക്കാർക്ക് കഴിയണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നും ഹൈക്കോടതി ഇപ്പോൾ അറിയേണ്ടത് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ കാര്യമാണ്. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം തൃപ്പൂണിത്തറ, അവരുടെ ഭാരവാഹികളോട് കോടതി ചോദിച്ചത് 15 ആനകളെ എഴുന്നള്ളിക്കണമെന്നത് ആചാരമാണോ എന്നാണ്. അതിന് ക്ഷേത്രത്തിന്റെ മറുപടി എന്തായിരുന്നു ശ്യാം? അക്കാര്യത്തിൽ ഇളവ് 9 ആനകളെ മാത്രമേ, അതായത് ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ 9 ആനകളെ മാത്രമേ എഴുന്നള്ളിക്കാനാകൂ എന്നതാണ് അവർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ 9 ആനകളെ മാത്രം എഴുന്നള്ളിച്ചാൽ എന്താണ്, അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൂടെ എന്ന് ഹൈക്കോടതി ചോദിച്ചു. തീർച്ചയായും ദൂരപരിധി പാലിച്ചാൽ 9 ആനകളെ മാത്രമേ എഴുന്നള്ളിക്കാനാകൂ എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിക്കുന്നത്. 15 ആനകൾ എഴുന്നള്ളുന്ന ഉത്സവം അത് 9 ആനകളെ വെച്ച് നടത്തണം എന്നതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.